അപ്പോൾ നമ്മുടെ കൂവപ്പൊടി ചതച്ചുകൊണ്ട് വന്നത് നമ്മൾ തുണിക്കകത്തിട്ട്, അപ്പോൾ നമ്മുടെ കൂവപ്പൊടി ചതച്ചുകൊണ്ട് വന്നതേ നമ്മൾ തുണിക്കകത്തിട്ട് ഇതേപോലെ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നൂറെല്ലാം താഴെ അടിക്കും. അടിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ഈ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളയും, വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കും, അങ്ങനെ 3 വെള്ളം ഊറ്റിക്കളയും. എന്നിട്ട് നമ്മൾ ഒരു തുണിക്കകത്ത് കെട്ടി വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് നൂറടിയുന്നത് കാണിച്ചു തരാം. ഇതുണ്ടാവും, ഇതാണ് ഒറിജിനൽ കൂവപ്പൊടി. ഇനി ഈ സാധനം അടിഞ്ഞ് പൊടി പോലെ ആയിട്ട് നമ്മളിത് ഉണക്കിയെടുക്കുന്നതാണ് ഒറിജിനൽ കൂവപ്പൊടി. ഇത് ചെയ്യുന്നത് നല്ല പാടുള്ള കാര്യമാണ്, നമ്മൾ കുറേ പ്രയാസം ഇത് ചെയ്തെടുക്കുന്നതിന്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഒറിജിനൽ കൂവപ്പൊടി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഇത്ര ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ 2-3 തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കൂടെ ഉണ്ട്. അതും ഇതേപോലെ കുറച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്